അന്തരിച്ച പ്രമുഖ സംവിധായകൻ രാജേഷ് പിള്ളയുടെ സംസ്കാര ചടങ്ങുകൾ കൊച്ചിയിൽ തുടങ്ങി. രവിപുരത്തെ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി സമീർ വാഴങ്ങോട് ചേരുന്നു. സമീർ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചുവോ? സമീർ. പ്രജേഷ്, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം രവിപുരം ശ്മശാനത്തിൽ എത്തിച്ചത്. ഇപ്പോൾ അതിന്റെ കർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ അദ്ദേഹത്തിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലായിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. നിരവധി പ്രമുഖർ എത്തി. ഇപ്പോൾ ക്ലിമീസ് ബാബ സംസാരിക്കുന്നു. അതിലേക്ക് തുടങ്ങുകയും ഇപ്പോൾ 5 വർഷത്തെ ഭരണത്തിന്റെ അവസാന നാളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണം നിഷേധിക്കപ്പെട്ടവരോട് വഞ്ചന കാണിച്ചു എന്നത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇപ്പോൾ സംവരണം ലഭിക്കുന്ന ഒരു ജനവിഭാഗത്തെ അവർ പോകുന്ന ആരാധനാലയങ്ങളുടെ പേര് നോക്കി മാത്രം സംവരണം നിഷേധിക്കുന്നതും OBC ലിസ്റ്റിൽ പോലും പ്രസിദ്ധീകരിച്ച് സഹായിക്കുവാൻ കഴിയുന്നത് നിഷ്കരണം തടഞ്ഞിരിക്കുകയാണ്. സംവരണം ലഭിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും അവകാശത്തിൽ നമ്മൾ കൈവയ്ക്കില്ല എന്ന് ഉറപ്പ് നൽകി പറഞ്ഞിട്ടുള്ളതാണ്. ഈ നീതിയുടെ നിഷേധം ഈ ജനവിഭാഗം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുമെന്ന് ഞാൻ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് പ്രതിനിധികൾ മാത്രമാണ്. നീതി നിഷേധിക്കപ്പെട്ട നാടാർ സംവരണം ലഭിക്കാത്ത മക്കൾ ഒരുമിച്ച് ഈ സർക്കാരിനോട് വീണ്ടും കൂപ്പുകരങ്ങളോടെ അപേക്ഷിക്കുകയാണ്. അത് 10 സെന്റ് സ്ഥലത്തിന് വേണ്ടിയല്ല, ഒരു കോളേജിന് വേണ്ടിയല്ല, ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, MLA പദവിക്ക് വേണ്ടിയല്ല, മതേതര ഭാരതത്തിൽ നീതിക്ക് വേണ്ടിയാണ് എന്ന് UDF-ലെ ഭരണകക്ഷികൾ ഓർക്കണം. ആരുടെയും ആനുകൂല്യം എടുത്ത് ഈ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് കൊടുക്കണ്ട. എങ്ങനെ നീതി ഉറപ്പാക്കണമെന്നറിയാവുന്ന അതിശക്തനായ ഭരണാധികാരി ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ അതിശക്തമായ നേതൃത്വം കാലവിളംബമന്യേ ഏറ്റെടുത്തില്ലെങ്കിൽ 5 വർഷം മുൻപ് ഉപയോഗിച്ച വോട്ടവകാശം നീതി നിഷേധിക്കപ്പെട്ട ഈ മക്കളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ശക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരള സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങളുടെ പരിഹാരത്തിനായി സഭ മുൻപോട്ട് വെച്ചിട്ടുള്ള പട്ടയ പ്രശ്നം, കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മത്സ്യത്തൊഴിലാളി പ്രശ്നം, കുട്ടനാട് പാക്കേജ്, എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപക പാക്കേജ്, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാ വിഷയങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് ഗൗരവമായി സർക്കാർ പരിശോധിക്കണം. ഭരണം പൂർത്തീകരിക്കുന്നതിന് ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട്. ഇനിയും സമയം അമാന്തിച്ചിട്ടില്ല. ഞാൻ ഈ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ഒരാവശ്യം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയരുത്. ഒരു ആനുകൂല്യവും വ്യക്തിപരമായി നിങ്ങളുടേത് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിൻ്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നാം ഗവൺമെന്റിന്റെ മുമ്പിൽ ഗവൺമെന്റിന്റെ
10 ഏക്കർ സ്ഥലം ചോദിച്ചിട്ടില്ല. ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ചോദിക്കുന്നില്ല. ഗവൺമെന്റിന്റെ മറ്റൊരു ആനുകൂല്യവും നമ്മൾ ചോദിക്കുന്നില്ല. നീതിപൂർവമായി ഈ ജനത്തിന് ലഭിക്കേണ്ടുന്ന ഈ സംവരണത്തിന്റെ വിഷയം അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ലേ? ജലാശയത്തിലൂടെ പ്ലെയിൻ പറപ്പിക്കാനും കൊച്ചി സിറ്റിയെ സ്മാർട്ടാക്കാനും വിമാനത്താവളങ്ങൾ പരിഷ്കരിക്കാനും ഇനി ലൈറ്റ് മെട്രോ ഓടിക്കാനും ഭാവനയും കരുത്തുമുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കാനാവുമോ? എന്തിൻ്റെ കാരണം പറഞ്ഞ് 5 വർഷമായി ഈ ജനതയെ വഞ്ചിച്ചു? എന്തു കാരണം പറഞ്ഞ് എനിക്ക് ക്യാബിനറ്റ് മീറ്റിംഗിന്റെ തലേ ദിവസവും വാഗ്ദാനം ചെയ്തു? അതറിയാനുള്ള അവകാശമുണ്ട്. ഞാൻ വേദനയോടുകൂടി പറയുന്നു, ഒരു ജനത്തിന്റെ കണ്ണുനീർ അതിന് വലിയ വിലയുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഈ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ഈ നിഷേധം അവസാനിപ്പിക്കുന്നതിന്, നീതി പ്രവർത്തിച്ച് കാട്ടുന്നതിന് കോർപ്പറേറ്റുകളുടെയും സംഘടിത ശക്തികളുടെയും മുമ്പിൽ എല്ലാം മറക്കുന്നവർക്ക് ഈ കണ്ണുനീര് കാണാൻ എന്റെ കഴിയാതെ പോകുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ കടപ്പെട്ടവനാണ്. ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നും അത് സന്തോഷപൂർവ്വം ഈ നെടുമങ്ങാട് ഈ വേദിയിലും നമ്മുടെ മറ്റു ജില്ലകളിലും പങ്കുവയ്ക്കാമെന്നും കരുതിയിരുന്നവനാണ് ഞാൻ. അവിടെയാണ് ഇടുത്തി പോലെ ഈ ഒരു വാർത്ത എനിക്ക് ലഭിച്ചത്. ഈ വിഷയത്തിൽ ഇനിയും സമയമുണ്ട് കേരള സർക്കാരിന് ഇത് പരിഹരിക്കാൻ. അവർ നീതിപൂർവ്വം ഈ വിഷയത്തെ സമീപിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പങ്കാളിത്തം ഈ കൂട്ടത്തിൽ എപ്പോഴും ഉറപ്പായി നമുക്ക് വേണം. അഥവാ നിങ്ങളുടെ വോട്ടിന് വിലയില്ല എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ ആ വോട്ടിൻ്റെ വില സമയത്ത് നിങ്ങൾ കാണിച്ച് കൊടുക്കണം. ഒരു വോട്ടർക്ക് ഒരു വോട്ടേ ഉള്ളൂ. ആ വോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. തുടർച്ചയായ നിരനിഷേധവും കടുത്ത വഞ്ചനയും അത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഇതിനെതിരെ വിധി എഴുതാൻ നമുക്ക് കഴിയും. എല്ലാം കാണുന്ന ദൈവം, എല്ലാം പരിപാലിക്കുന്ന ദൈവം നമ്മുടെ ഈ വേദനയിൽ പരിഹരിക്കുന്നതിന് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒട്ടനേകം വേദികളിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ പ്രവർത്തികളെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരു സഭയാണിത്. വ്യക്തിപരമായി അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ള സംഭവങ്ങൾ ഏറെയാണ്. എന്നാൽ ഈ വേദന മറച്ചു വയ്ക്കാൻ സഭയുടെ പിതാവ് എന്ന നിലയിൽ എനിക്കാവില്ല. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ഈ വിഷയത്തെ ഏറ്റവും അനുഗ്രഹീതമായി, ഞാൻ വിചാരിച്ചേണ്ട MLA-മാരാ വന്നു. നമ്മുടെ ജനറൽ അച്ഛനാണ് വന്നത്. അച്ഛനെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഞാൻ കുർബാനയ്ക്ക് ഓർമ്മപ്പെടുത്തിയ കാര്യം അറിയാമല്ലോ. നമ്മൾ ആരുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നല്ല, ആരിലാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ പ്രത്യാശ നൽകുന്നവനെ മുറുകെ പിടിച്ച് വീണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ മനസ്സ് നിറഞ്ഞ വേദനയോടുകൂടി എന്നൊരിക്കലും പ്രസംഗിച്ചിട്ടില്ല. എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു അനുഭവമായി ഇത് എന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയേണ്ടി വരുന്നു. അതാണ് സത്യം.
അതിന് ദൈവം ഒരു വഴി ഒരുക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാറത്തെങ്കിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് ഈ നെടുമങ്ങാട് വൈദിക ജില്ലയിലെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്രയും കാലം അതിശക്തമായി സംരക്ഷിച്ച ദൈവം തുടർന്നും അതിശക്തമായി സംരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെയും ഈ ദേശത്തുള്ള എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായി അവിടുന്ന് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കും. ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ രംഗത്ത് വന്നിരിക്കുന്നു. നാടാ സംവരണത്തിൽ സർക്കാർ ഉമ്മൻചാണ്ടി വഞ്ചിച്ചു. 5 വർഷം ഈ ജനവിഭാഗങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവരുടെ കയ്യിൽ വോട്ടവകാശം ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി സഭയുടെ അധ്യക്ഷൻ പറയുന്നു. വിശദാംശങ്ങളുമായി ജിതിൻ ചേരുന്നു. ജിതിൻ, എന്തൊക്കെ കാര്യങ്ങൾ ഈ സർക്കാരിനെതിരെ പറയുന്നുണ്ട് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ? വളരെ സുപ്രധാനമായ വിഷയങ്ങൾ, തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പക്ഷേ വളരെ പ്രസക്തമായ പരാമർശങ്ങളാണ് സഭയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും പ്രജീഷ്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭാധ്യക്ഷൻ മാർ ബസേലിയസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയാണ് സംവരണ വിഷയത്തിൽ UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. 1957 വരെ തങ്ങൾക്ക് ലഭ്യമായിരുന്നു സംവരണം. അതിനുശേഷം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതിന് കാരണം എന്താണെന്ന് പോലും സർക്കാർ ഇതുവരെയും തങ്ങളെ ബോധിപ്പിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഉപവാസ സമരമടക്കം വളരെയേറെ സമരങ്ങൾ തങ്ങൾ നടത്തുകയുണ്ടായി. അന്നെല്ലാം വലിയ വാഗ്ദാനങ്ങൾ UDF സർക്കാരിന്റെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രകടന പത്രികയിൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കാമെന്ന് കോൺഗ്രസ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പിന്നീട് പള്ളിയുടെ മേൽവിലാസം നോക്കി സംവരണം നിശ്ചയിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും സർക്കാരിനോട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ അതിന് കൃത്യമായ ഉത്തരം നൽകാതെ ഇക്കാര്യം നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. താൻ സംസാരിക്കുന്നത് ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഗ്രഹത്തിനോ വേണ്ടിയല്ല, സംവരണം നിഷേധിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്നും ബസേലിയസ് ക്ലീമീസ് ബാവ പറയുകയുണ്ടായി. UDF സർക്കാർ കടുത്ത വാഗ്ദാന ലംഘനമാണ് സംവരണ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. നാടാർ സമുദായത്തെ UDF സർക്കാർ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. OBC ലിസ്റ്റിൽ പെടുന്നത് നിഷ്കരണം സർക്കാർ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഈ നീതി നിഷേധം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നിന്നും. മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഈ നീതി നിഷേധത്തിനെതിരെ തങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുമെന്ന്, വോട്ട് അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ രംഗത്ത് വരുമെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണെന്നും ക്ലിമീസ് കാതോലിക്ക ബാവ പറയുകയുണ്ടായി. നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായം സർക്കാരിനോട് നീതിക്കായി ഇപ്പോൾ അപേക്ഷിക്കുകയാണ്. സമയം ഇനിയും വൈകിയിട്ടില്ല. സർക്കാരിന് വരും ദിവസങ്ങളിൽ തന്നെ തങ്ങളോട് നീതി ചെയ്യാനാവുന്നതാണ്. ഉമ്മൻചാണ്ടി ഇതിന് നേതൃത്വം നൽകിയില്ലെങ്കിൽ തങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. അതല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ സംവരണം നിഷേധിക്കുന്നത് എന്ന് സർക്കാർ ബോധ്യപ്പെടുത്താനെങ്കിലും തയ്യാറാകണമെന്നും ക്ലിമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ സംവരണം ഇല്ലാത്തവരുടെ കൂടി വോട്ട് നേടിയാണ് കഴിഞ്ഞ തവണ MLA-മാർ അധികാരത്തിലെത്തിയത്. അവരെല്ലാം ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നുണ്ട്. അവർ 5 വർഷം പൂർത്തിയാകുന്ന വേളയിൽ അവർക്ക് വീണ്ടും വോട്ടിനായി തങ്ങളുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നീതിപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ നീതി നിഷേധത്തിന്റെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം സഭാ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. എന്തായാലും സർക്കാർ ഈ വൈകിയ വേളയിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് മലങ്കര സുറിയാനി സഭാധ്യക്ഷൻ മാർ ക്ലിമീസ് കാതോലിക്ക ബാവ UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വൈകിയ വേളയിലെങ്കിലും തങ്ങൾക്ക് ജിതിൻ അദ്ദേഹത്തിന്റെ മാർ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ വാക്കുകൾ എടുത്ത് പരിശോധിക്കുക. കാരണം പല ഘട്ടങ്ങളിലും എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെ ശ്ലാഘിക്കുകയും വാനോളം പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തി എന്ന നിലയിൽ തനിക്കിപ്പോൾ ഇക്കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അത്രത്തോളം കടുത്ത മനോവേദന അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തുറന്ന് എതിർത്ത് സർക്കാരിൻ്റെ നിലപാടുകളോട് കടുത്ത തോതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അത് വ്യക്തമായും ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു സമയത്ത് സമ്മതിദാന അവകാശം ഒരുപക്ഷെ വിനിയോഗിക്കേണ്ട രീതി പോലും ഒരുപക്ഷെ പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നു?
തീർച്ചയായും പ്രജീഷ്, തെരഞ്ഞെടുപ്പിന് 2 മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. ക്ലിമീസ് കാതോലിക്ക ബാവ സർക്കാരിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് എന്ന മുഖവുരയോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയതും. ഒരു ഭരണകാലാവധി അവസാനിക്കാനിരിക്കെ വീണ്ടും സർക്കാർ അധികാരത്തിലെ ഏറണമെങ്കിൽ തങ്ങളുടെ കൂടി വോട്ട് വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. വോട്ടിനായി തങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇക്കാര്യങ്ങൾ സഭാവിശ്വാസികൾ ഓർക്കണമെന്നും അദ്ദേഹം സഭാവിശ്വാസികളോടും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. 5 വർഷത്തിനിടയ്ക്ക് വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നടത്താൻ സാധിച്ചു. അദ്ദേഹത്തിന് ഈ തങ്ങൾക്ക് നീതി നൽകാൻ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇതിനായി ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. തങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യത്തിനായല്ല തങ്ങൾ അപേക്ഷിക്കുന്നത്. സമൂഹത്തിൽ ഒരു നീതി തങ്ങൾക്ക് ലഭിക്കണമെന്ന ചെറിയ കാര്യത്തിന് നീതി തങ്ങൾക്ക് അവകാശമുള്ള നീതി മാത്രമാണ് തങ്ങൾ അവകാശപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സംവരണം നിഷേധിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നത്. പള്ളിയുടെ മേൽവിലാസം നോക്കി സംവരണം നിശ്ചയിക്കുന്ന വിചിത്രമായ സംഗതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, കോൺഗ്രസ് നേതൃത്വം തങ്ങൾക്ക് ഉറപ്പ് നൽകിയ സംവരണമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്. കടുത്ത വാഗ്ദാന ലംഘനമാണ് UDF തങ്ങളോട് ഇതുവരെയും നടത്തിയത്. എന്നാൽ വരും ദിവസങ്ങളിൽ, ഭരണം അവസാനിക്കാനിരിക്കുന്ന വരും ദിവസങ്ങളിലെങ്കിലും തങ്ങൾക്ക് നേരത്തെ നൽകിയ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകണമെന്നും ക്ലിമീസ് കാതോലിക്ക ബാവ ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. അതുമല്ലെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ സംവരണം നിഷേധിക്കപ്പെടുന്നു എന്ന് തങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സാമാന്യ മര്യാദയെങ്കിലും UDF സർക്കാർ കാണിക്കണമെന്ന ഭാഷയിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തങ്ങൾക്ക് സംവരണം ലഭിച്ചില്ലെങ്കിൽ, നാടാർ സമുദായത്തിന് സംവരണം ലഭിച്ചില്ലെങ്കിൽ വോട്ടിലൂടെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് അദ്ദേഹം സഭാവിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വോട്ടിന്റെ വില എന്താണെന്ന് ഈ സമയത്ത് അത് ആവശ്യപ്പെടുന്ന സമയത്ത് സർക്കാരിന് കാണിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ച സഭാവിശ്വാസികളോട് പറയുകയുണ്ടായി. ഒരു ജനത്തിന്റെ കണ്ണുനീരിന് വലിയ വിലയുണ്ട് എന്നത് സർക്കാരിന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തുടങ്ങി കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിച്ചത്. എന്തായാലും ഈ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ തങ്ങൾക്ക് സംവരണം ഉണ്ടാകണം, അക്കാര്യത്തിൽ ഒരു നടപടി സർക്കാർ എടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വേളയിൽ UDF സർക്കാരിന്റെ മുന്നിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ ഈ സംവരണ ആവശ്യത്തിൽ വീണ്ടും അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നതോടെ ഉണ്ടായിരിക്കുന്നത്. ജിതിൻ, ക്ലിമീസ് കാതോലിക്ക ബാവയുടെ പ്രസംഗത്തിൽ ഉടനീളം ഒരു പക്ഷേ ചുരുങ്ങിയ സമയം അദ്ദേഹം പ്രസംഗത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഒക്കെ തന്നെയും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയാണോ സമയം ഉപയോഗിച്ചത്? ഒരു കാലത്തും ഒരുപക്ഷെ സഭ ഇങ്ങനെ ഒരു നിലപാട് UDF സർക്കാരിനെതിരെ സ്വീകരിക്കാത്ത ഒരു സാഹചര്യം, ഇന്നിപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക്, കാരണം വളരെ വേദനയോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറയുന്നു, സർക്കാരിൻ്റെ നയങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത്രത്തോളം മനോവേദനയുണ്ട്. ഉണക്കാൻ കഴിയാത്ത അർത്ഥത്തിൽ മുറിവ് വലുതാക്കിയിരിക്കുന്നു സഭയോടുള്ള എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ സമയം അദ്ദേഹം സർക്കാരിനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വിമർശിക്കാൻ വേണ്ടിയാണോ ഉപയോഗിച്ചത്? മറ്റ് അവിടെ കൂടിയ സഭാവിശ്വാസികളടക്കം അദ്ദേഹത്തിൻ്റെ നിലപാടിനെ, അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രസ്താവനയെ, ആവശ്യത്തെ, സമ്മതിദാന അവകാശം ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന നിർദ്ദേശത്തെയൊക്കെ ഏതർത്ഥത്തിലാണ് ഉൾക്കൊണ്ടത്? ജിതിൻ, പ്രജീഷ്, UDF സർക്കാരിനെതിരെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും ഈ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഭരണകാലാവധി കഴിയാനിരിക്കുന്ന 2 മാസത്തിനുള്ളിൽ സർക്കാരിൽ നിന്നും നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഈ കാതോലിക്ക ബാവ പ്രകടിപ്പിക്കുകയുണ്ടായി. അതേസമയം തന്നെ ഈ 2 മാസ കാലയളവിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു സംവരണ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ശക്തമായി സർക്കാരിനെതിരെ പ്രതികരിക്കാനും അദ്ദേഹം സഭാവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. നമുക്ക് വലിയ മനോവേദന തനിക്ക് ഈ കാര്യത്തിലുണ്ട്. വർഷങ്ങളായി താൻ ഇക്കാര്യത്തിനായി ചർച്ചയ്ക്കും മറ്റും എടുത്ത സമയം വളരെ വലുതാണ്. 1957 തങ്ങൾക്ക് ഉണ്ടായിരുന്ന സംവരണം നിഷേധിക്കപ്പെട്ട അന്നു മുതൽ താൻ ഇക്കാര്യത്തിനായി മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇതിനായി ചർച്ച നടത്താൻ താൻ എടുത്ത സമയം വളരെയേറെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരത്ത് ഒരു ഉപവാസ സമരം നടത്തവേ അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF തങ്ങൾക്ക് സമരപന്തലിലെത്തി ഉറപ്പ് നൽകിയതാണ്. തങ്ങളുടെ പ്രകടന പത്രികയിലെ ഒരു വിഷയമായി ഇത് എടുത്തുകൊണ്ട് സംവരണം ഉറപ്പാക്കുമെന്ന് UDF മുഖ്യകക്ഷിയായ കോൺഗ്രസ് നേതാക്കൾ തന്നെ തങ്ങളെ ബന്ധപ്പെട്ട്
പറഞ്ഞതാണ്. ആ വാഗ്ദാനം പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ഭരണകാലത്ത് UDF സർക്കാരിനെ തങ്ങൾ ഭരണത്തിലേറ്റാൻ തങ്ങളുടെ വോട്ട് കൂടി നേടിയാണ് അവർ ഭരണത്തിലേറിയത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരിനെ UDF പിന്തുണച്ചത്. എന്നാൽ അടുത്ത വാഗ്ദാന ലംഘനം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇനിയും ഈ വരുന്ന ദിവസങ്ങളിൽ കൂടി അതിലൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വോട്ടെന്ന ആയുധം വിനിയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കണമെന്നാണ് അദ്ദേഹം സഭാവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തങ്ങളുടെ സമുദായത്തിന് എല്ലാവർക്കും തന്നെ ഇക്കാര്യത്തിൽ വലിയ വേദനയുണ്ട്. ഒരു ജനത്തിന്റെ കണ്ണുനീരിന് വലിയ വിലയുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. എന്തായാലും ഈ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ സർക്കാർ നീതിപൂർവ്വം ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് കരുതുന്നു എന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ഭരണകാലയളവിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ടിന്റെ വില യഥാസമയത്ത് കാണിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം സഭാവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാം തന്നെ വ്യക്തമാണ്. ഈ 2 മാസത്തിനകം നാടാർ സംവരണ വിഷയത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ UDF സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുക എന്ന വ്യക്തമായ ആഹ്വാനം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. നെടുമങ്ങാട് വൈദിക ജില്ലാ സഭയുടെ സഭാ സമ്മേളനത്തിലാണ് അദ്ദേഹം സഭാവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മലങ്കര സുറിയാനി സഭയുടെ സഭാധ്യക്ഷൻ മാർ ബസേലിയസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജിതിൻ, വളരെ ബൃഹത്തായ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള വലിയ വിശ്വാസ സമൂഹമൊക്കെ തന്നെ ഉള്ള ഒരു സഭ, ആ സഭയോട് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ തുറന്നെതിർക്കുക, അതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുപ്പിൽ ജനവിധി ആ അർത്ഥത്തിൽ വിനിയോഗിക്കുക എന്ന പരാമർശത്തോടു കൂടിയാണോ അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചത്? വ്യക്തമായും ഒരു സൂചന. ഇപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജോൺ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോൺ, ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണുമായിരിക്കും. കാരണം സഭാധ്യക്ഷൻ ക്ലിമീസ് കാതോലിക്ക ബാവ പേരെടുത്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് നാടാർ സംവരണവുമായി ബന്ധപ്പെട്ട് എക്കാലവും ഒരുപക്ഷെ സഭ ഇങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഈ ഒരു സാഹചര്യം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലം കൂടി ഉൾക്കൊള്ളുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ആ വാക്കുകൾക്ക്? കർദിനാൾ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാബ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ക്യാബിനറ്റിന്റെ തലേന്ന് പോലും നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, ഇത് കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങുന്ന ഒരു സർക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ഒരു പരസ്യമായ ഒരു ബിഷപ്പ് പരസ്യമായി ഇത്രത്തോളം പറയുന്നത് അവരുടെ അസംതൃപ്തി, സർക്കാരിനോടുള്ള ആ സഭയ്ക്കുള്ള അസംതൃപ്തിയുടെ വ്യക്തമായ സൂചനയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പരസ്യ പ്രഖ്യാപനം സർക്കാരിലുള്ള വ്യക്തമായ അതിർത്തി എന്ന് മാത്രമല്ല അത് വോട്ടർമാരെ വളരെയേറെ സ്വാധീനിക്കുന്നതിനും കാരണമാകും. യെസ്, തീർച്ചയായും ഞാൻ അവിടെയാണ് ചോദിച്ചത്. ശ്രീ ജോൺ, താങ്കൾ കൂടി ബോധ്യമുള്ള കാര്യങ്ങളാണല്ലോ. ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായി പക്ഷേ അപൂർവം ഘട്ടങ്ങളിൽ മാത്രമേ സ്വീകരിക്കാറുള്ളൂ സഭ. UDFനെ ഒരു പക്ഷേ മൃദു ഭാഷയിലൂടെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നത്, അതാണ് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു. ആ വേദിയിൽ പല ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ശ്ലാഘിക്കുന്ന നിലപാടാണ് സഭ കൈക്കൊണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ വേദനയോടുകൂടി സമീപിക്കേണ്ടി വരുന്നു നാടാർ വിഷയവുമായി സംവരണവുമായി ബന്ധപ്പെട്ട്. അത് വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണോ? തീർച്ചയായിട്ടും. പൊതുവെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേകിച്ചൊരു ചാഞ്ഞോ ഒന്നും പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു വളരെ ശ്രദ്ധിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ. അദ്ദേഹത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഏതോ ഒരു തീരുമാനം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതോ ആണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് കാരണമായിരിക്കുന്നത്. യെസ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം, നാടാർ സംവരണവുമായി ബന്ധപ്പെട്ട് എക്കാലങ്ങളിലും പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടാതെ എന്നും ഒരു ഒറ്റപ്പെട്ട സമൂഹമായി അല്ലെങ്കിൽ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സംവരണ വിഷയത്തിൽ അടക്കം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിമപ്പെടുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നു സഭാധ്യക്ഷൻ മാർ ക്ലിമീസ് കാതോലിക്ക ബാവ. താങ്കൾ എങ്ങനെ കാണുന്നു? അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഈ ഒരു സംവരണ വിഷയം പറഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകര സെൽവരാജിനെ വിജയിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ അരുവിക്കരയില് ശബരിനാഥിനെ ജയിപ്പിച്ചെടുത്തു. ഇപ്പൊ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയും പറ്റിച്ചു.
തിരുമേനി ആവർത്തിച്ചു പറ്റിച്ചു. 25-ാം തീയതിയുള്ള ക്യാബിനറ്റില് ഇത് വച്ച് ചർച്ച ചെയ്ത സമയത്ത് അത് ചെയ്യാൻ കഴിയുന്നതാണെന്നും അന്ന് ചെയ്യുമെന്നും തിരുമേനിക്കും ഞങ്ങൾക്കും വാക്ക് തന്നിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും മറ്റും പറഞ്ഞത് ഐ ഗ്രൂപ്പിൽപ്പെട്ട രമേശ് ചെന്നിത്തല മുതലുള്ള ആളുകൾക്ക് അതിന് എതിർപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ രമേശ് ചെന്നിത്തലയെ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. അതില് തിരുമേനി വളരെ ദുഃഖിതനാണ്. അതില് ആ ദുഃഖം അദ്ദേഹത്തിനുണ്ട്. അതായത് ശ്രീ ചന്ദ്രശേഖരൻ, അതായത് 25-ാം തീയതിയിലെ ക്യാബിനറ്റിൽ വിഷയം ഒരു പക്ഷേ പരിഗണനയ്ക്കെടുത്തുകൊണ്ട് തീരുമാനമുണ്ടാകും എന്നാണോ പറഞ്ഞത്? ആ സാഹചര്യം ഉണ്ടാകാത്തപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയാണോ അറിയിച്ചത് ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കടക്കം ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ട് എന്നാണോ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ദൂതൻ തന്നെയാണ് അരമനയിൽ ചെന്നിരുന്നു. ആധികാരികപ്പെട്ട ആളുകൾ അരമനയിൽ ചെന്നിട്ട് ഇത്തരത്തില് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കള്ള വാചകം പറഞ്ഞു. 24-ാം തീയതിയുള്ള ക്യാബിനറ്റ് വെക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 25-ാം തീയതി വെക്കുമെന്ന് പറഞ്ഞു. തിരുമേനി നിരാകരണം കിടക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. എന്നിട്ടും പറ്റിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇതിന് ഗ്രൂപ്പ് തർക്കമൊന്നുമല്ല. ഓരോ കാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലും പ്രതിസന്ധി ഉണ്ടാവുന്ന സമയങ്ങളിൽ നാടാർക്ക് സമ്മേളനം തരുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുകയാണ്. നാളെ നിയമസഭയിലേക്ക് നാടാരുടെ ഒരു ശക്തി തന്നെ തെളിയിച്ചുകൊണ്ടുള്ള മാർച്ച് വരാൻ പോവുകയാണ്. വൈകുന്നേരം ക്രിമസ് തിരുമേനി തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ സഭകളിലെ ആളുകള് നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണ്. അതായത് ശ്രീ വിഷ്ണുപുരം എക്കാലവും നാടാർ സമുദായത്തെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് കാലാനുസൃതമായി ചില കാലഘട്ടങ്ങളിൽ മാത്രം പ്രീണിപ്പിക്കുന്ന നിലപാട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അരുവിക്കരയിൽ കണ്ടത് ശെൽവരാജ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ഒരു രാഷ്ട്രീയ കച്ചവടം, കുതിരക്കച്ചവടം നടന്നപ്പോൾ സ്വീകരിച്ച മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമായി നാടാർ സമുദായത്തെ മാറ്റുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഈ തിരുമേനിയുടെ സഭ മാത്രമല്ല, 20ഓളം സഭയിലുള്ള ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ട്. ECI, ലൂതറൻ, മലങ്കര, AG ഇത്തരത്തിലുള്ള സഭകളെ വിളിച്ചു കൂട്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കും, അടുത്ത ക്യാബിനറ്റിൽ വെക്കാം. ഈ പാവങ്ങളെ പറ്റിക്കും. തിരുമേനിയുടെ വേദന അദ്ദേഹത്തിന്റെ ഇത് ഞാൻ ലൈവായി കണ്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം അരമനയില് ഭക്ഷണം കഴിക്കാതെ ദുഃഖിച്ചിരിക്കുകയാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. വിഷ്ണുപുരം ദയവായിട്ട് തുടരുക. ശ്രീ ജോൺ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ജോൺ, ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ വിഷ്ണുപുരമൊക്കെ അടക്കം സൂചിപ്പിച്ചതുപോലെ പല വിഭാഗങ്ങൾ തിരുവനന്തപുരം മേഖലയിൽ, തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ശതമാനം ആളുകളാണ് എന്തായാലും ഉള്ളത്. ഇത്തവണ കാരണം വിഷ്ണുപുരം ചൂണ്ടിക്കാണിച്ചതുപോലെ അരുവിക്കരയിലടക്കം വലിയ നാടാർ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ആ വോട്ടുകളൊക്കെ സ്വാംശീകരിക്കാനും സമാഹരിക്കാനും കഴിഞ്ഞു. ശെൽവരാജിൻ്റെ വിഷയത്തിലടക്കം ആ മേഖലയിലൊക്കെ തന്നെയുള്ള വോട്ടിംഗ് ഒക്കെ തന്നെ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു ഓർമ്മപ്പെടുത്തൽ ഒരുപക്ഷെ ക്ലിമീസ് ബാവ മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും ദിവസങ്ങളുണ്ട്, പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ എന്ന്. എന്തായാലും ഇക്കാര്യങ്ങൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കാവുന്ന ഒരു വിഷയമായി മാറുമോ? പ്രത്യേകിച്ച് ഇടതുപക്ഷമടക്കം ഇക്കാര്യങ്ങളൊക്കെ നാടാർ മേഖലയിൽ ഉന്നയിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഷ്ട്രീയ തലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രതികരണങ്ങൾ തന്നെയാണോ ക്ലിമീസ് ബാബിയുടെയും ഒപ്പം വിഷ്ണുപുരം അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ പിന്നെ അസംതൃപ്തരായി നിൽക്കുന്ന നാടാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ പ്രതികരണങ്ങളൊക്കെ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നാടാർ സംവരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ വിഷയത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. ഒരു വിഭാഗം സംവരണം നൽകണമെന്നും മറുവിഭാഗം നൽകരുതെന്നും ആവശ്യപ്പെടുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന്റെ കേന്ദ്രങ്ങൾ ആ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ സംവരണവുമായി ബന്ധപ്പെട്ട് അവരുടെ സമുദായ നേതാക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാബ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. നാടാർ സംവരണം ഉറപ്പാക്കണം, ക്രിസ്ത്യൻ നാടാർ സംവരണം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടിരിക്കുന്ന പ്രസ്താവന അദ്ദേഹം വളരെയേറെ കാപ്പതിന് ശേഷം ഏറ്റവും അവസാന നിമിഷം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉന്നതനായ ഒരു നേതാവ് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അരമനയിൽ ചെന്നിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അദ്ദേഹം സമരത്തിന് വേണ്ടി രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം ബുക്ക് ചെയ്തിരുന്നു. ഇതെല്ലാം മാറ്റിവെച്ചപ്പോഴും അവസാനം അദ്ദേഹം നിന്നത്
ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് തീരുമാനമെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം സമരത്തിൽ നിന്ന് പിന്മാറിയത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തീരുമാനം ഉണ്ടായില്ല. അതോടുകൂടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ വാചകങ്ങളിൽ അല്ലെ വാക്കുകൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയേറെ UDF ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. യെസ്, വളരെ നന്ദി ശ്രീ വിഷ്ണുപുരം. ഒപ്പം തന്നെ ജോൺ, മാധ്യമ പ്രവർത്തകൻ, പ്രതികരിച്ചതിന്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ നാടാർ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി വഞ്ചിച്ചു എന്ന വ്യക്തമായ നിർദ്ദേശം പറഞ്ഞിരിക്കുന്നു. വോട്ട് ബാങ്ക് കൂടിയാണ് ഈ സമുദായം എന്ന കാര്യം ഓർമ്മപ്പെടുത്തണം എന്ന വാക്കുകളും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന ഒരു വാഗ്ദാനം UDF പ്രകടന പത്രികയിൽ അച്ചടിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം, അതിൽ നിന്ന് മലക്കം മറിഞ്ഞത് കടുത്ത വാഗ്ദാന ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപ് തന്നെ വാഗ്ദാനം ചെയ്തു തുടങ്ങുകയും ഇപ്പോൾ 5 വർഷത്തെ ഭരണത്തിന്റെ അവസാന നാളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണം നിഷേധിക്കപ്പെട്ടവരോട് വഞ്ചന കാണിച്ചു എന്നത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. സംവരണം ലഭിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും അവകാശത്തിൽ നമ്മൾ കൈവയ്ക്കില്ല എന്ന് ഉറപ്പ് നൽകി പറഞ്ഞിട്ടുള്ളതാണ്. ഈ നീതിയുടെ നിഷേധം ഈ ജനവിഭാഗം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുമെന്ന് ഞാൻ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്.